നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. തീരെ വെട്ടക്കുറവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അന്നേരമേ എൻ്റെ ജോലിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളേ. അപ്പോൾ ഇതുവരെ കറണ്ട് ഇല്ലായിരുന്നു, ഇവിടെ രാവിലെ മുതൽ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ രാവിലെ മുതൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ ടാങ്കിൽ വെള്ളമൊന്നും ഇല്ലായിരുന്നേ. അതുകൊണ്ട് കുളിക്കാൻ, അല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ട് സന്ധ്യയ്ക്കാണ് കുളിക്കണം. അപ്പോൾ രാവിലെ മുതൽ ഇവിടെ ജോലിയുണ്ട്. അമ്മയുടെ അടുത്ത് തന്നെ ഒരാളിരിക്കണം എപ്പോഴും. അന്നേരം ഇങ്ങോട്ട് വന്നാണ്, കുളിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? അപ്പം ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാലേ സത്യസന്ധതയെക്കുറിച്ചാണ്. അപ്പം സത്യസന്ധത എന്ന് പറഞ്ഞാൽ സത്യസന്ധതയ്ക്ക് ഇന്ന് വിലയില്ല അല്ലേ? ഇന്ന് സത്യസന്ധതയ്ക്ക് വിലയില്ലാത്ത കാലമാണ്. നന്മയ്ക്ക് വിലയില്ല, തിന്മയ്ക്ക് മാത്രമാണ് വില. അതാണ് നമ്മളൊക്കെ എൻ്റെ അല്ല, എന്നെപ്പോലെ പലർക്കും തോന്നുന്നതാണ്. എന്നുവെച്ചാൽ സത്യസന്ധതയ്ക്ക് വിലയില്ല. കള്ളത്തരവും കാപട്യവും പിടിച്ചുപറി, കൊള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളെ പോലെയുള്ള പാവങ്ങളൊക്കെ എത്ര സത്യസന്ധതയിൽ ജീവിച്ചാലും നമ്മളെന്നും താഴോട്ട് കൊണ്ടിരിക്കും. അല്ലാത്തവർ കാപട്യങ്ങൾ നിറഞ്ഞ മനുഷ്യരെപ്പോഴും ഉയർന്നു പോകും അല്ലേ? അതാണ് ഇന്നത്തെ കാലം. സത്യസന്ധതയല്ല ഇന്നത്തെ കാലത്ത് വേണ്ടത്, കാപട്യങ്ങൾ. അപ്പോൾ അതാണിന്ന് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫസ്റ്റായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അല്ലേലും അതങ്ങനെയാണല്ലോ, അതല്ലേലും അങ്ങനെയാണ്. സത്യസന്ധമായിട്ട് നിൽക്കുന്നവരും പാവപ്പെട്ടവരെയൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. എപ്പോഴും ഉന്നതങ്ങളിൽ നിൽക്കുന്നവരെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോലെയുള്ള പാവങ്ങളെയൊന്നും, ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കാളും ഒരുപാട് പുറകിൽ വീഡിയോ ചെയ്തവരൊക്കെ 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്നുമില്ല, പക്ഷേ ഞാൻ ഇതുവരെ 1000 സബ്സ്ക്രൈബേഴ്സല്ലേ എനിക്കായില്ല. ഇനി എൻ്റെ വീഡിയോയുടെയൊക്കെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണോ, അല്ലെങ്കിൽ കണ്ടൻറ്റിൻ്റെ മോശം കണ്ടൻറ്റുകളായതുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അപ്പോൾ തന്നെ എല്ലാവരും ഒക്കെ 10-50 സബ്സ്ക്രൈബ് ആകുമ്പോഴത്തേന് തന്നെ ലൈവ് ഒക്കെ ചെയ്യും. എനിക്കതൊന്നും അറിയത്തില്ല. അതാണ് എൻ്റെ ഒരു കാര്യം. എനിക്കങ്ങനെ ലൈവ് ഒന്നും ഇടാനൊന്നും എനിക്ക് അറിയത്തില്ല. അതാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ലൈവൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി എവിടെ പോകുമ്പോഴൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ ഒരു വിഷമമാണ്. പല സ്ഥലത്തല്ലേ, നമ്മളൊരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ പല സ്ഥലങ്ങളിൽ പോകുമ്പം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇനി നാളെ അതൊരു പ്രശ്നമാക്കി, അത് ജോലിയും പോയി കൂലിയും പോയി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അത് തന്നെ യൂട്യൂബ് അറിയുന്ന ആരെങ്കിലും കയ്യിൽ കൊണ്ട് കൊടുത്തെങ്കിലേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. അവരെനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മിണ്ടാതിരിക്കണം. എനിക്ക് ലൈവൊന്നും ഇടാത്തതുകൊണ്ടായിരിക്കും സബ്സ്ക്രൈബേഴ്സൊന്നും കൂടാത്തത്. എന്നാലും ഒരു 1000 ആവേണ്ട സമയമൊക്കെ കഴിഞ്ഞു. 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും ഈ 7-8 മാസം കൊണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മോശം, എനിക്ക് തന്നെ ഒരു മോശം തോന്നുകയാണ്. പിന്നെന്ത് ചെയ്യാൻ, എനിക്കറിയുന്ന പോലെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിപ്പോൾ കാണാൻ സൗന്ദര്യവും ഇല്ല. ഞാനെന്ത് ചെയ്യാനാണ്? എന്നെ കാണാൻ സൗന്ദര്യവും ഇല്ല. ഇങ്ങനെ ഒരു കാക്കാരിഷീൻ്റെ കൂട്ടൊക്കെ വന്നിരിക്കുമ്പോൾ ആൾക്കാരെന്നെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. അതെന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ എനിക്ക് ഒരുങ്ങാനും പിടിക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. എനിക്ക് ഒരുങ്ങുന്നതൊക്കെ ഇഷ്ടമുള്ള ആൾ തന്നെ. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് എപ്പോഴും നമുക്കതിന് പറ്റത്തില്ല.
പ്രത്യേകിച്ച് മനസ്സിനൊരു സന്തോഷം ഉണ്ടെങ്കിലേ ഏത് കാര്യമായാലും നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മനസ്സിനൊരു സന്തോഷം ഇല്ലാത്തതുകൊണ്ട് ഒരുങ്ങാനും പിടിക്കാനും ഒന്നും ഒരു താല്പര്യം തോന്നണില്ല. മനസ്സിന് സന്തോഷമായിട്ടൊക്കെ വരുമ്പം ഒരുങ്ങിയൊക്കെ വരാം. അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വന്നാണേ. നമ്മളെല്ലാവരും ഒരുപാട് സത്യസന്ധരായിട്ട് ജീവിക്കണ മനുഷ്യരാണ് അല്ലേ? ഈ സത്യസന്ധത നമ്മൾ എവിടെ കാണിക്കുന്നോ അവിടെ നമ്മൾ തോറ്റുപോകും. സത്യസന്ധർക്ക് ഈ വന്ന കാലത്തിൽ ഒരു വിലയുമില്ല. സത്യസന്ധരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു വിലയില്ല. അവരെന്നും അതപ്പതിച്ച് താഴോട്ട് താഴോട്ട് പോകത്തേ ഉള്ളൂ. അതേസമയം വഞ്ചനയും ചതിയും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം കൊണ്ട് നടക്കുന്നവർ രക്ഷപ്പെടും. പക്ഷെ നമ്മൾ ചെയ്യണ ജോലിയിൽ നമുക്ക് ആത്മാർത്ഥതയുണ്ട്, സത്യസന്ധതയുണ്ട്. നമ്മൾ മേടിക്കണ 1 രൂപയാണെങ്കിലും നമ്മൾ കഷ്ടപ്പാടിൻ്റെ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കിയാണ് ചെയ്യണം. നമ്മൾ കള്ളത്തരം കാണിച്ചിട്ട് ആ പൈസ നമ്മൾ മേടിച്ചാൽ നമുക്കതൊന്നിനും ഉതവത്തില്ല, ഉപകാരപ്പെടത്തില്ല. അപ്പം ചിലരൊക്കെ ആണെങ്കിൽ ചിരിച്ച് മയക്കിയടിച്ച് കാര്യങ്ങൾ സാധിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ ആരെയും ചിരിച്ച് മയക്കി സോപ്പിട്ടൊന്നും കാര്യങ്ങൾ നടത്തുന്ന ആളല്ല. എനിക്കങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, എനിക്കത് അറിയത്തുമില്ല. അങ്ങനെ ഒരു കാര്യമാണ് എൻ്റേത്. ഞാനങ്ങനെ പെട്ടെന്നൊന്നും ചെന്നാരോടും മിണ്ടുന്ന സ്വഭാവമൊന്നുമല്ല. പിന്നെ മിണ്ടിയാലും ഞാൻ നന്നായിട്ട് മിണ്ടും. എന്നോട് സഹകരിച്ചാൽ ഞാൻ നന്നായിട്ട് സഹകരിക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് സഹകരിച്ച് വന്നാൽ ഞാൻ നല്ലതായിട്ട് സഹകരിക്കുന്ന ആളാണ്. അല്ലാതെ ഞാൻ വെയിറ്റിട്ട് നമുക്ക് എന്തിരിക്കുന്നു, എന്ത് കണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ഇടുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് നമ്മൾ ഗമ കാണിക്കുന്നത്, നമുക്കൊന്നുമല്ല. ഞാനൊക്കെ ഈ നിലത്ത് കിടന്ന് എഴയുന്ന പുഴുവിൻ്റെ അത്ര പോലും വില നമുക്കില്ല. അപ്പോൾ നമ്മളൊക്കെ ചിലരൊക്കെ പറയും നമുക്ക് ഗമയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിണ്ടാതെയൊക്കെ. പക്ഷെ ഞാനങ്ങനെ എനിക്കങ്ങനെ ഗമയായിട്ടല്ല കേട്ടോ. ഞാനങ്ങനെ അങ്ങോട്ട് ചെന്ന് ആരോടും മിണ്ടാറില്ല. പിന്നെ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മയങ്ങും. ചിരിക്കുമൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ചെന്ന് പേര് ചോദിക്കുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോണ സമയത്ത് ഒരു കല്യാണമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്ന സമയത്തായാലും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് നമ്മളെ നോക്കി ചിരിച്ചാലും ഞാൻ ചെന്ന് അങ്ങനെ മിണ്ടും. പക്ഷെ അല്ലാതെ ഒന്നും ഞാൻ ചെന്ന് പെട്ടെന്നൊന്നും ആരോടും മിണ്ടത്തില്ല. അപ്പം അങ്ങനത്തെയൊക്കെ സ്വഭാവമാണ്. അല്ല നമുക്ക് എന്ത് കണ്ടിട്ടാണ് നമ്മൾ ഗമയും പവറും ഒക്കെ കാണിക്കുന്നത്? ഒന്നുമില്ല. നമ്മൾ വെറും ഇതാ ഒന്നുമില്ലാത്ത പിച്ചക്കാരെന്ന് തന്നെ പറയാം. അപ്പം ഈ സത്യസന്ധതയ്ക്ക് ഒന്നും ഒരു വിലയില്ലാത്ത കാലമാണ്. അത് കാണിക്കുന്നവരെന്നും അതപ്പതിച്ച് താഴോട്ട് താഴോട്ട് പോകും. പക്ഷേ ദുഷ്ടത്തനങ്ങളും വഞ്ചനയും ചതിയും കൊണ്ട് നടക്കണവർ ഉയർന്നുയർന്ന് ഉന്നതങ്ങളിൽ ആകാശം മുട്ടും. സത്യസന്ധത എപ്പോഴും കീപ്പോട്ട് പോകും. പക്ഷെ അവർക്ക് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ജീവിക്കും. അപ്പം അവർക്ക് സത്യസന്ധരായിട്ട് നടക്കണ മനുഷ്യർക്ക് എന്ന് സത്യസന്ധതയായിട്ട് നമുക്ക് ഉള്ളു തുറന്ന് സന്തോഷിച്ച്, ഉള്ളു തുറന്ന് ചിരിച്ച്, ആരുടെയൊന്ന് നമ്മളൊന്ന് പറ്റിച്ചിട്ടോ തട്ടിച്ചിട്ടോ വെട്ടിച്ചിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ സന്തോഷത്തോടെ തന്നെ ജീവിക്കാം. നമ്മൾ മറയ്ക്കാനും ഒളിക്കാനും നമുക്കൊന്നുമില്ല. മറ്റേ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കൊണ്ട് നടക്കുന്നവർ തൽക്കാലം അവർ സുഖമായിട്ട് ജീവിച്ചു പോകും. ഇങ്ങനെയൊക്കെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ കൊണ്ട് സുഖമായിട്ടൊക്കെ ജീവിച്ചു പോകും തൽക്കാലം. പിന്നെ അവർക്ക് തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കുന്നത് ഒരു കാലം നിലനിൽക്കില്ലല്ലോ. അത് നിലനിൽക്കത്തില്ല. ഒരിക്കലും അത് നിലനിൽക്കത്തില്ല. സത്യസന്ധതയായിട്ട് നിന്ന് ജോലി ചെയ്താലും എന്ത് ചെയ്താലും സത്യസന്ധതയോട് നിന്ന് ചെയ്യുന്നതാണ് എപ്പോഴും നിലനിന്ന് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളൊക്കെ ഓർത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ എപ്പോഴും പറയും, നമ്മളൊക്കെ എന്താടെ ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ പറയും, നമുക്കെന്താ ഇങ്ങനെ, അവരൊക്കെ ഇങ്ങനെ ദുഷ്ടത്തരം കാണിച്ചിട്ടോ അവരൊക്കെ എന്ത് നല്ലതായിട്ട് നടക്കുന്നല്ല, എന്ത് നല്ലതായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പരസ്പരം കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് പറയും, അവർക്കൊക്കെ ഒരു കുഴപ്പവുമില്ല. നമ്മൾ ഈ സത്യസന്ധതയ്ക്കാണ് ചെയ്യണവർക്കാണല്ലോ ഈ കുഴപ്പങ്ങളും ഈ പ്രശ്നങ്ങളും ഈ ദുരിതങ്ങളും ഈ ഇല്ലായ്മകളും എല്ലാം എന്ന് പറയും. പക്ഷെ നമുക്ക് ഉള്ളിൽ നമ്മൾ നമ്മൾ സത്യസന്ധയായിട്ടാണ് ജോലി ചെയ്യണം അല്ലെങ്കിൽ ജീവിക്കണത് എന്ന് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ നമുക്കൊരു സന്തോഷം തരുന്നുണ്ട് അല്ലേ?
എനിക്ക് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആരുടെയും ഒന്ന് കട്ടോ മോട്ടിച്ചോ പിടിച്ചു പറിച്ചോ ഒന്നുമല്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. നമ്മളങ്ങനെയല്ല എന്നുള്ളത്. ഉം. അതല്ല ഞാൻ ഈ സത്യസന്ധത എന്ന് പറഞ്ഞാലേ, ഈ സത്യസന്ധത കാണിക്കുന്നവരെപ്പോഴും അധംപതിച്ച് താഴോട്ട് എൻ്റെ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമുക്കൊക്കെ അറിയുന്ന ഒരുപാട് പേര് ഇങ്ങനെ, പക്ഷെ അവരൊക്കെ ഉയർന്ന ഉന്നതങ്ങളിൽ ഭയങ്കര സാമ്പത്തിക സ്ഥിതിയും അതും ഇതും ഒക്കെ ആവും. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ നമുക്കൊക്കെ എപ്പോഴും ദുരിതവും ദുഃഖവും ഒക്കെയാണ്. എന്തോ ഏതോ എനിക്കറിയത്തില്ല. എനിക്കറിയുന്ന ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ എന്താണ്, അപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചുമ്മാ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടണമല്ലോ. ഇതൊക്കെയാണ് ആൾക്കാർ പറയണത്, ക്വാളിറ്റി ഇല്ല, കണ്ടൻറ്റ് മോശമാണെന്നൊക്കെ പറയും. സാരമില്ല, എനിക്ക് അറിയുന്ന കണ്ടൻറ്റ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ സ്വന്തം വീടല്ല, എൻ്റെ എനിക്ക് സ്വന്തമായിട്ട് വാ തുറന്ന് സംസാരിക്കാനുള്ള ഒരു വോയിസും കൂടി ഇല്ലാത്ത ഒരു ജീവിതമാണ്. എന്നുവെച്ചാൽ ഒരു അന്യ വീട്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് പരിധിയിലപ്പുറത്തോട്ടൊരു ഒച്ചയെടുക്കാനോ ഒന്നിനും എനിക്ക് പറ്റാത്തൊരു സാഹചര്യമാണ്. കണ്ടൻറ്റ് മോശമാണെങ്കിലും മോശപ്പെട്ടവർ കാണണ്ട. പിന്നൊരു കാര്യം, ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസും മാക്സിമം കാണണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പുതിയതായിട്ടൊക്കെ വീഡിയോ കാണുന്നവർ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സത്യമായിട്ടും തന്നെ പറയാ, എനിക്ക് ഇത്രയും 7-8 മാസമായിട്ട് ഇതുവരെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയില്ലെന്ന് പറയുമ്പോൾ നാണക്കേട് തോന്നുന്നുണ്ട്. പിന്നെ പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഒന്നും കാണാൻ അങ്ങനെ ആരും അങ്ങനെ ഒത്തിരി ഒന്നും ആഗ്രഹിക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. എന്ന് വെച്ചാൽ കണ്ടൻറ്റുകൾ മോശമാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വല്ല അവിഹിതമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ റിയാക്ഷൻ വീഡിയോസൊക്കെ പറഞ്ഞ് എനിക്കും പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് കണ്ടൻറ്റിന് വേണ്ടിയൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ കാണുമ്പം പറയണമെന്നുണ്ട്, പ്രതികരിക്കണമെന്ന് തോന്നും. പക്ഷേ അതൊക്കെ ഒരുപാട് തലയിൽ വല്ലതൊക്കെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ പറയാൻ ശ്രമിക്കും, അതുമൊക്കെ ചെയ്യും. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ നാണം കെടുത്താതെ പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഉള്ള കൊതി കൊണ്ട് പറയാം. 1000 സബ്സ്ക്രൈബ് ആവാനുള്ള കൊതി കൊണ്ട്, ആ 1K ഇങ്ങനെ കിടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.